വെനസ്വേലയിലെ US സൈനിക നടപടി എണ്ണവിലയും കമ്മോഡിറ്റി വിലകളും കൂടുമെന്ന് വിലയിരുത്തൽ. വെള്ളിയുടെ വിപണിയിൽ വൻ കുതിപ്പിനുള്ള സാധ്യതയുണ്ട്. വെനസ്വേലയുടെ എണ്ണ നിക്ഷേപമാണ് അറിയപ്പെടുന്നതെങ്കിലും ആൻഡിൻ പർവ്വതനിരകളിലെ ലക്ഷക്കണക്കിന് ടൺ വെള്ളി നിക്ഷേപവും ഉണ്ട്. അമേരിക്കൻ സൈനിക നടപടിക്ക് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ചൈനീസ് ചരക്കു വിമാനങ്ങളിൽ 847 ടൺ വെള്ളി കാരക്കാസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. EV, ഇലക്ട്രോണിക്സ്, സോളാർ പാനൽ, മെഡിക്കൽ മേഖലകളിൽ വെള്ളിക്ക് വൻ ഡിമാൻഡുണ്ട്. അതാണ് ചൈന കിട്ടാവുന്നത്ര വെള്ളി കടത്തുവാനുള്ള കാരണം. നിലവിൽ വെള്ളി കിലോഗ്രാമിന് 2.47 ലക്ഷം രൂപയാണ് വില. വെനസ്വേലയിലെ അനിശ്ചിതത്വം മൂലം വെള്ളി ലഭ്യതയിൽ വീണ്ടും ഇടിയുണ്ടായേക്കാം. വില 2.6 ലക്ഷം കടന്നേക്കാമെന്നാണ് വിലയിരുത്തലുകൾ. ക്രൂഡ് ഓയിലിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ മഡൂറോ ഭരണത്തിൽ വെനസ്വേലയിലെ പെട്രോളിന് വില എത്രയാണെന്നോ ലിറ്ററിന് $3.15 മാത്രമായിരുന്നു. വെനസ്വേലയിൽ ആഗോള ക്രൂഡ് നിക്ഷേപത്തിന്റെ 20% ഉണ്ട്. 30,300 കോടി ബാരൽ. ചൈനയായിരുന്നു വെനസ്വേലയുടെ എണ്ണയുടെ ഏറ്റവും വലിയ ഉപയോക്താക്കൾ. ഇന്ത്യൻ ഓയിലും റിലയൻസും എണ്ണ അവിടുന്ന് വാങ്ങിയിരുന്നു. പക്ഷേ അമേരിക്കൻ ആധിപത്യത്തിൽ വെനസ്വേലയുടെ ക്രൂഡ് വിൽപ്പനയിൽ ആദ്യം ഇടിവ് വരാം. ഭാവിയിൽ അമേരിക്കൻ കമ്പനികൾ ഉൽപ്പാദനം ഏറ്റെടുക്കുന്നതോടുകൂടി അതിൽ മാറ്റം വരുമെങ്കിലും അതിനു മുമ്പ് എണ്ണവിലയിലും ബാരലിന് ഏതാനും ഡോളർ വില വർധനവ് വന്നേക്കാം. എന്നാൽ വെനസ്വേലയിലെ അനിശ്ചിതത്വം ചെമ്പ്, പിച്ചള തുടങ്ങിയ ലോഹങ്ങളുടെ വില വർധനയ്ക്കും ഇടയായേക്കാം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ വെനസ്വേല അനക്കം സൃഷ്ടിക്കുവാൻ സാധ്യത കുറവാണ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.